ആക്ച്വലും ചേട്ടൻ പറഞ്ഞ ഏറ്റവും പ്ലസ് പോയിന്റ് അതാണ്. ഒരു ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ഇല്ല ഇതിൽ. അതിനകത്ത് പുള്ളിയുടെ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും നമുക്കത് ഇഷ്ടമാണ്. ആ മൈനസിനെ പ്ലസിലേക്ക് ആക്കിയെടുക്കാനല്ലേ ഒരു വൈഫ് എപ്പോഴും ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഇനി ആക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മളെ എനിക്ക് ഈശ്വരൻ വെച്ച ആളാണ് ഇദ്ദേഹം. തിരിച്ചും നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇതെല്ലാം ഒരു വിധിയാണെന്ന്, എല്ലാം ഒരു വിധിയാണ്. ഒരാൾക്കൊരാൾ ചേരുന്ന ഒരു വിധിയാണ്. എത്ര നമ്മൾ ജാതകം നോക്കി ചേർത്തിട്ടും പോകുന്നത് മറ്റൊരു വിധി അല്ലേ? ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളിങ്ങനെ പോകുന്നു, വി ആർ ഹാപ്പി. അവിടെ മോള് എവിടെയാണ്? സാനോസയിലാണ്. മോടെ മോനിപ്പം എവിടെ പഠിക്കുന്നത്? US തന്നെയാണ് പഠിക്കുന്നത്. കോളേജിൽ പഠിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, അവര് ഇങ്ങോട്ട് വരും. ഒരു വർഷം. പിന്നെ അവിടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ആപ്പിളിലാണ്. നല്ല വെരി വെരി സീനിയർ. ദൈവാനുഗ്രഹം വെൽ സെറ്റിൽഡ്. ദൈവത്തോടുള്ള പ്രാർത്ഥന. അയ്യോ, അത്രേ ഉള്ളൂ. ടെൻഷൻ ഒന്നുമില്ല. സോ യു എൻജോയ് യുവർ ലൈഫ് ബൈ ട്രാവലിംഗ്. ഞങ്ങളിപ്പം വന്ന് ഹോങ്കോങ്ങിൽ നിന്ന് വന്നേ ഉള്ളൂ. അത് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ എക്സ്പീരിയൻസ്? അല്ല, 21-ാം തീയതി വരെ എനിക്ക് അമൃതയുടെ സീനിയേഴ്സ് ഉണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ്, അതിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അന്ന് ദൈവാദിനത്തിന് അന്ന് 6 മണിക്ക് എനിക്ക് വേണ്ടി നിർത്തി തന്നാണെന്ന് തോന്നുന്നു. 12 മണിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു. ഞങ്ങൾ നേരെ പോയി ഹോങ്കോങ്ങിൽ 2 ദിവസം ആവശ്യം. അവിടെ നിന്ന് പിന്നെ മെക്കാവോയിൽ പോയി. മെക്കാവോയിൽ ഫുൾ ഗാംബ്ലിംഗ് ആണ് കേട്ടോ, ഫുഡ് ആൻഡ് ഗാംബ്ലിംഗ്. പല രീതിയിലുള്ള ഫുഡായിരുന്നു അവിടെ. കാരണം നമ്മൾ ഇവിടുത്തെ പോലെ അല്ല, എൻറ്റർലി അവരുടെ ഒത്തൻറ്റിക്. നമ്മൾ പോർച്ചുഗീസ് കോണ്ടംപററി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് വെർസാച്ചി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അതായത് ഈ ഷട്ടിലൊക്കെ വെർസാച്ചി എന്നില്ല അവരുടെ. എൻ്റെ അമ്മ ഒന്ന് കാണണം കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഹോട്ടലാണോ പക്ഷെ നോക്കി ഓർഡർ ചെയ്യാവൂ. ഓരോന്നിനും എന്തോ ഒരു വിലയാണ്. പൈസയാണ്. കാരണം ഹോങ്കോങ് ഡോളേഴ്സാണ് മെക്കാവോയിലും. മെക്കാവോ ഡോളറുണ്ട്, എന്നാലും ഹോങ്കോങ് ഡോളേഴ്സാണ് ജനറൽ ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഏറ്റവും വലിയൊരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം ഈവനിങ്ങിന് ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ ഒരു പാക്കേജ് എടുത്തു, ഇത്ര രൂപയ്ക്ക്. കാരണം അത്രേ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ അവർ ഓരോന്നായിട്ട് നമുക്ക് കൊണ്ടുതരും. കുറേ ചിലതൊക്കെ ഇഷ്ടമാവും, ചിലതൊക്കെ നമുക്ക് പിന്നെ അവിടുത്തെ ഫുഡാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കണം. അല്ല, അതൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. മീനിന്റെ മുട്ട, അല്ല മീൻ മുട്ടയില്ലേ, നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മീൻ മുട്ട, അത് ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് തരും. എന്നാണ് പേര്. നല്ല രസം. നമ്മൾ ഈ അങ്ങനെ റോ ആയിട്ടല്ല അവര് തരുന്നത്. കുക്കെന്ന് വെച്ചാൽ അതൊരു ജസ്റ്റ് ഫ്രീസ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ എണ്ണയ്ക്കകത്തിട്ടൊന്നും പൊരിച്ചൊന്നുമല്ല. ഇതിലടിച്ചതുപോലെ 10 വിസിലൊക്കെ അടിച്ചിട്ടൊന്നും അല്ല. എന്ത് പറയാ. അല്ല, ബട്ട് സ്റ്റിൽ അല്ലേ, അത് അവര് മിക്കവരും ഈ പറഞ്ഞ പോലെ റോ ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ. പക്ഷെ ഇതല്ല, അത് സുഷി ഒക്കെ അങ്ങനെ ഉള്ളൂ റോ ആയിട്ട് തരുന്നത്. ഇത് അങ്ങനെയല്ല, അവര് കുറച്ച് സോസ് ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആദ്യം ഒരു സ്റ്റാർട്ടർ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ, പിന്നെ അങ്ങനെ പോകും. പിന്നെ ക്രാബിൻ്റെ അതും എല്ലാം കൂടി ചേർത്തിട്ടുള്ള, പിന്നെ അവർ ഒഴിക്കുന്ന സാധനങ്ങൾ ഒലീവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ മിക്സ് ചെയ്ത സാധനമാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ്. എന്തൊക്കെയോ പോയി അവസാനം പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് വന്നു. അത് മാത്രം മനസ്സിലായി. അതും പിന്നെ വേറെ എന്തൊക്കെയോ വന്നു കേട്ടോ, എന്തൊക്കെയോ പല സാധനങ്ങളും മിന്നി മറഞ്ഞു. അല്ല, അതിനെക്കാട്ടിൽ ഏറ്റവും ഞങ്ങൾ ഞെട്ടിയൊരു സാധനമുണ്ട്. അപ്പോൾ അവർ സംതിങ് ടു ഡ്രിങ്ക് എന്ന് ചോദിച്ചു. അപ്പം ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പുള്ളി ചോദിച്ചു ഇവിടെ നല്ല വൈൻ. അപ്പം നമുക്ക് വലിയ പിടുത്തമില്ലേ ഈ വൈൻ്റെ ഈ എന്താണ് കാറ്റഗറീസ് എന്ന് പറഞ്ഞത്. നല്ല, അപ്പോൾ അവർ ചോദിച്ചു വൈറ്റ് ഓർ റെഡ്. നമ്മൾ പറഞ്ഞു റെഡ് വൈൻ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വാട്ട് യു ഹാവ് ദ ബെസ്റ്റ് വൈൻ. ബെസ്റ്റ് വൈൻ ഈസ് എന്തോ ഒരു പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വിൽ യു ഗെറ്റ് ബൈ ഗ്ലാസ്, ഒരു ഗ്ലാസ്സിൽ കിട്ടൂ. നോ, യു ടേക്ക് എ ബോട്ടിൽ. ഒരു ബോട്ടിലായിട്ട് വാങ്ങിക്കുന്നു. പിന്നെ വേണോ? അപ്പോൾ ഞാനും തിരിച്ചു ചോദിച്ചു വേണോ, നോക്കാം. അപ്പോൾ ചോദിച്ചു എത്ര രൂപയാണ് ബോട്ടിലെന്ന് ചോദിച്ചു. ആ പറഞ്ഞു ഇറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പതുക്കെ എടുത്ത് അവരുടെ ബുക്കൊക്കെ, ഇറ്റ് കോസ്റ്റ് 350,000 HKD, ഹോങ്കോങ് ഡോളേഴ്സ്. അപ്പം ഞാൻ പെട്ടെന്ന് 350,000 ഇൻറ്റു 13 രൂപയാണ് ഒരു HKD. 13 നോക്കിയപ്പോൾ അങ്ങ് പോയി.
45 ലക്ഷത്തി സംതിങ് 46,50,000 സംതിങ് വന്നു. ഞാൻ പറഞ്ഞു വേണോ? വേണ്ട. അപ്പൊ ഇവിടെ ചോദിച്ചു ക്യാൻ യു സീ ദാറ്റ്, ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു ഒരു കൊച്ചിനെ എടുത്ത് വരുന്ന പോലെ ഇങ്ങനെ. ഞാൻ ആ വീഡിയോ ഞാൻ ഐ ഷോ ദ വീഡിയോ. ഒരു കൊച്ചിനെ എടുത്തോണ്ട് വരുന്നവർ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു. ഉടനെ ഇവള് പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറഞ്ഞു നോക്കണ്ട, ഇങ്ങനെ എക്സ്പെൻസീവ് വൈൻ ഉണ്ടപ്പോ. അതുപോലത്തെ കാര്യങ്ങളാണ്. കാരണം പിന്നെ ഫുഡിന്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബില്യണർ ആണെങ്കിലും 45 ലക്ഷം അവിടെ ആരും വാങ്ങിച്ചെന്ന് ഞങ്ങൾ ചോദിച്ചു. നമ്മളെ പോലെയുള്ളവർക്ക് കഴിച്ചു നോക്കണ്ടേ അതോ? അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ വരണം, തിരിച്ച് വന്നിട്ട് വീട് വിൽക്കാനുണ്ട്. അതെ, അറ്റ്ലീസ്റ്റ് 45 ലക്ഷം രൂപ കഴിച്ചേച്ച് വരാം. അങ്ങനെ കൊറേ തമാശകൾ അവിടെ. പക്ഷെ അതൊരു ട്രാവലിംഗ് ഒരു റിലാക്സേഷൻ ആണല്ലേ ചേട്ടാ? ശരിക്കും നമ്മളൊന്ന് പോയി വരുമ്പോ നമ്മുടെ സ്ട്രെസ് കുറയുന്നു, ഒരു റിലീഫാണ് എല്ലാത്തിൽ നിന്നും. നമ്മള് പിന്നെ നല്ല മസാജ് എടുത്തു, തായ് മസാജ്, അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ്. ശരിക്കും ട്രാവൽ ചെയ്താലാണ് പല കൾച്ചർ ട്രഡീഷൻ എടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നടപ്പ് കൂടുതലാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് മോനെ നിന്റെ അവിടെ ആ ഗാന്ധാരമില്ലേ എന്നുള്ള ഒരു കുനിപ്പോടൊക്കെ ഉണ്ടായിരുന്നു സൂചിച്ചിരിക്കുന്ന അവിടെ നടന്ന് പിണ്ടവളം നടന്ന് ഒരു അടപ്പെടുത്തെറിക്കും. കാരണം അത്രയും ഉണ്ട് നടക്കാൻ. അപ്പം വൈകുന്നേരം ആകുമ്പോൾ പോയിട്ട് അത് നല്ല മസാജാണ്. ഇഞ്ചി അതുപോലത്തെ ഒരുപാട് ഹെർബ്സ് ഇട്ടിട്ടുള്ള ചൂടുവെള്ളം, ഉപ്പ്, അതിനകത്ത് കാലങ്ങോട്ട് ഇറക്കി വയ്ക്കും ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് അവർ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ സീ സാൾട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ഉള്ളി കാലിൻ്റെ മസാജാണ് അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തീയൊക്കെ വെച്ചിട്ട് ഒരു സാധനമുണ്ട്. സ്റ്റീമല്ല, ഒരു ഇതിനകത്ത് കത്തിക്കും. ഇതെല്ലാം എല്ലാം കൂടെ ഒരു 1.5 മണിക്കൂർ വരും. പക്ഷെ അതിൻ്റെ രസം നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഓറഞ്ച്, ബുൾസൈ, നമ്മൾ കിടക്കുമ്പോൾ രാജകീയമായിട്ടാണ് അവിടെ. ഇതെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊണ്ട് തരികയാണ്. ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിൽ, വാട്ട് എവർ യു വാണ്ട്. പിന്നെ അവരുടെ ചൈനീസ് ടീ ഉണ്ട്, അതെല്ലാം കൊണ്ട് തരും. കഴിച്ചിട്ട് പിന്നെ ഇത് കഴിയുമ്പം നമ്മൾ അന്നത്തെ കാലത്ത് തൊട്ട് ഒരു രാത്രി 8 മണി വരെ നടന്ന് പോയി അറിയത്തേ ഇല്ല. നമ്മൾ കുട്ടപ്പനായിട്ട് എണ്ണീറ്റ് നടക്കും. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.